ഹായ്, എല്ലാവർക്കും ജിനി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് സമോസയുടെ റെസിപ്പിയാണ്. ആദ്യമായി ഇതിലേക്ക് നമുക്കൊരു മാവ് ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 200 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും. പിന്നെ ഇതിനകത്തേക്കുള്ള സ്റ്റഫിങ്ങിന് വേണ്ടത് 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ, 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ. പിന്നീട് വേണ്ടത് സവാള ചെറുതായി അരിഞ്ഞത്, 1/2 സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ഫ്രഷ് അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് വേണം. പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും വേണം. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മാവ് തയ്യാറാക്കാം. മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 4 സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഒരു മിനിറ്റ് കൂടി ഇത് കുഴച്ചെടുക്കാം. ഇത് 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട സ്റ്റഫിംഗ് റെഡിയാക്കാം. ആദ്യം ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് പൊടിച്ചെടുക്കണം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റാം. ഇനി സവാള കൂടി ചേർത്ത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസും പച്ചമുളകും കൂടി ചേർത്ത് 1 മിനിറ്റ് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ജീരകപ്പൊടിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പുഴുങ്ങി വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കണം. ഈ മിക്സ് തണുക്കാനായി മാറ്റിവെക്കാം.
ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ ആംചൂർ പൗഡറും ചാറ്റ് മസാല പൗഡറും കൂടി ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി മാവിൽ നിന്നും കുറച്ചെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്താം. ഇതിനെ രണ്ടായി മുറിക്കണം. ഇനി ഇതേപോലെ മടക്കിയിട്ട് ശകലം വെള്ളം തേച്ച് ഇത് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് ഇതിൽ സ്റ്റഫിംഗ് നിറയ്ക്കാം. മുകൾ വശവും ഇതേപോലെ ശകലം വെള്ളം തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള സമോസയും ഉണ്ടാക്കിയെടുക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സമോസ ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 7-8 മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ആയി വരാൻ. രണ്ട് സൈഡും ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ബാക്കി സമോസയും ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജിനി വേൾഡ്.